മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 5 ദിവസം പിന്നിട്ടിട്ടും വിവാദങ്ങൾ മഴ പോലെ പെയ്തിറങ്ങുകയാണ്. പോൾ ചെയ്ത വോട്ടുകളെക്കാൾ അധികം വോട്ടുകൾ എണ്ണിയെന്ന കണക്കുകൾ പകൽ പോലെ സത്യമാണെന്ന് തെളിഞ്ഞതോടെ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് പ്രതിപക്ഷ മഹാസഖ്യമായ മഹാവികാസ് അഘാടി സഖ്യം. വലിയ തോൽവിയാണ് MVAക്ക് അവിടെ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത്. മഹായുതി സഖ്യത്തിലെ ശിവസേന ഷിൻഡെ വിഭാഗം ജയിച്ച സീറ്റുകൾക്കൊപ്പം എത്താൻ മാത്രമേ അവിടെ മഹാവികാസ് അഘാഡിക്ക് സാധിച്ചിരുന്നുള്ളൂ. ഇത്രയും വലിയ തോൽവിക്ക് ഒരു സാധ്യതയും കാണാത്ത സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ സഖ്യം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ എതിർപ്പുകൾക്ക് വകവെക്കാതെയാണ് MVA പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അത് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ രാജ്യത്തിന് ഒന്നാകെ വേണ്ടിയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ BJPയുടെ വൻ വിജയത്തിന് പുകഞ്ഞു കത്തുന്ന മഹാവികാസ് അഘാടി രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനും ഒരുങ്ങുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാട്ടിയാണ് BJP വൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുന്നതെന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ആക്ഷേപം. അതിനിടയിലാണ് മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണി എന്ന തരത്തിൽ കണക്കുകൾ ഉദ്ധരിച്ച വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. നവംബർ 23-നാണ് മഹാരാഷ്ട്രയിൽ ഫലപ്രഖ്യാപനം നടന്നത്. മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ ഡാറ്റ വിശകലനം ചെയ്തപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. ഒരു ദേശീയ മാധ്യമമാണ് ഇത് സംബന്ധിച്ച് ആദ്യം റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത്. ഭരണഘടനയുടെ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്തുവെന്ന രീതിയിൽ വലിയ നിയമ നടപടികൾ ഈ മാധ്യമത്തിന് നേരെ ഉയർന്നതോടെ അവർ വാർത്ത പിൻവലിക്കുകയും ചെയ്തു. എന്നിട്ടും പിന്മാറാൻ ഒരുക്കമല്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് മഹാവികാസ് അഘാടി സഖ്യം. പലകുറിയായി സംശയ നിഴലിലാകുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റി ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണമെന്ന ആവശ്യമാണ് ഇതോടെ ശക്തമാവുന്നത്. അമേരിക്ക അടക്കം സാങ്കേതികതയുടെ ഏറ്റവും ഉയരി നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇന്നും ബാലറ്റ് പേപ്പറുകളാണ് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാനായി ഭാരത് ജോഡോ യാത്ര പോലെ രാജ്യവ്യാപകമായ ക്യാമ്പയിന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി EVMകൾ വേണ്ട എന്നും ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നും ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഭരണഘടനാ ദിന പരിപാടിയിൽ സംസാരിക്കവെയാണ് ഖാർഗെ ചൂണ്ടിക്കാട്ടിയത്. കോൺഗ്രസും ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിന്റെയും നേതൃത്വത്തിലുള്ള ശിവസേന NCP വിഭാഗങ്ങളും ബാലറ്റ് പേപ്പറുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും പദ്ധതിയിടുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ നാളുകളായുള്ള ആശങ്ക പരിഹരിക്കാൻ നിയമവിദഗ്ധരുമായി ഉദ്ധവും ശരത് പവാറും സംസാരിക്കുന്നുണ്ട്. NCP മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും ദയനീയമായ വോട്ടിംഗ് ചരിത്രമാണ് തെരഞ്ഞെടുപ്പിലൂടെ സ്വന്തമാക്കിയത്. VVPAT പരിശോധിക്കണമെന്ന ആവശ്യവും NCP ഉന്നയിച്ചു വരികയാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിലെ പരാജയ സമയത്തും പ്രതിപക്ഷം EVMനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ പരാതികളെല്ലാം പക്ഷേ സുപ്രീം കോടതി തള്ളുകയായിരുന്നു. പ്രതിപക്ഷം വിജയിക്കുമ്പോൾ EVMനെ കുറിച്ച് പരാതിയില്ലല്ലോ എന്നാണ് അന്ന് സുപ്രീം കോടതി ചോദിച്ചത്. എന്തായാലും ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാനായി ഭാരത് ജോഡോ യാത്ര പോലെ വലിയ മുന്നേറ്റത്തിന് കളമൊരുക്കാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും.